ഹായ് ഹലോ. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യൻ പോളിസിയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും പിന്നെ പോരാത്തതിന് ഇന്ത്യൻ ജോഗ്രഫിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിലെ പ്രീവിയസ് ഇയറും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയും ആ ക്വസ്റ്റ്യൻ വന്ന പോർഷനിൽ നിന്നുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനും ക്ലിയർ ആവും, ആ ക്വസ്റ്റ്യൻ വന്ന വഴിയും ക്ലിയർ ആവും, ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്കത് ആൻസർ ചെയ്യാനും കഴിയും. ഓക്കെ, സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മോഡേൺ ഹിസ്റ്ററിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ സിലബസിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക്കാണ് മോഡേൺ ഹിസ്റ്ററി. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. Who among the following was first to arrive in Africa as a leader that eventually led to European colonization of Africa? അതായത് ആഫ്രിക്കയിൽ ആദ്യമായിട്ട് അറൈവ് ചെയ്ത യൂറോപ്യൻ ശക്തി ഏതാണ്? ആഫ്രിക്കയിൽ ആദ്യമായിട്ട് അറൈവ് ചെയ്ത യൂറോപ്യൻ ശക്തി ഏതാണ്? അതിനുശേഷമാണ് ആഫ്രിക്കയിൽ കൊളോണൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. സോ ആഫ്രിക്കയിൽ ആദ്യമായി എത്തിയ യൂറോപ്യൻ ശക്തി ഏതാണ്? ഫ്രഞ്ച്, പോർച്ചുഗീസ്, സ്പാനിഷ്, ഡച്ച്. സോ ഇതിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാം. ഇത് കുറച്ച് ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാം. ഇതെങ്ങനെ ചെയ്യാമെന്നും ഇതിൻ്റെ ട്വിസ്റ്റ് എന്താണെന്നും അതുപോരായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫുൾ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ടോപ്പിക്കാണ് അഡ്വൻസ് ഓഫ് യൂറോപ്യൻ ഇന്ത്യ. അതായത് യൂറോപ്യൻ ശക്തികളുടെ ഇന്ത്യയിലേക്കുള്ള അധിനിവേശം. സോ നമ്മൾ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വന്ന യൂറോപ്യൻ ശക്തികളെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. ഓക്കെ, ആദ്യമായി പോർച്ചുഗീസാണ് ഇന്ത്യയിൽ ആദ്യമായി വന്ന യൂറോപ്യൻ ശക്തി. അവർ വന്നത് 1498 17 മെയ്. നമുക്കിതെല്ലാവർക്കും അറിയുന്ന മലയാളികൾക്ക് പ്രത്യേകിച്ച് കാര്യം നമ്മുടെ നാട്ടിലാണ് ആദ്യം വന്നത്. കാലിക്കറ്റ് കാപ്പാട് കടപ്പുറത്താണ് ആദ്യമായിട്ട് ഇറങ്ങിയത്. വന്നത് വാസ്കോഡ ഗാമയാണ്. 1498 17 മെയ്യിലാണ് വന്നത്. ഓക്കെ, ഈ വാസ്കോഡ ഗാമയാണ് ഫസ്റ്റ് യൂറോപ്യൻ ടു റീച്ച് ഇന്ത്യ. അതായത് ഇന്ത്യയിൽ വന്ന ആദ്യത്തെ യൂറോപ്യൻ. ഓക്കെ, ഫസ്റ്റ് യൂറോപ്യൻ ടു റീച്ച് ഇന്ത്യ. റീച്ച് കാലിക്കറ്റ് ത്രൂ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. അതായത് ഭാഗ്യത്തിൻ്റെ മുൻപ് അങ്ങനല്ല പറയാം. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൻ്റെ ചുറ്റിയാണ് ഇയാൾ വന്നത്. ഓക്കെ, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ഓക്കെ, റീച്ച് കാലിക്കറ്റ് ത്രൂ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ഫസ്റ്റ് ഗവർണർ പോർച്ചുഗീസ് ഇന്ത്യയിലെ ഫസ്റ്റ് ഗവർണർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹമാണ് എഴുതിയിട്ടില്ല ബ്ലൂ വാട്ടർ പോളിസി. ഓക്കെ, ബ്ലൂ വാട്ടർ പോളിസി ആദ്യമായിട്ട് നടപ്പിലാക്കിയ ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. പോർച്ചുഗീസ് ശക്തിയെ ഇന്ത്യയിൽ ശക്തിയാക്കിയ, അതായത് പോർച്ചുഗീസ് എന്ന രാജ്യത്തെ ഇന്ത്യയിൽ വളരെ ശക്തമാക്കിയ ഒരു വ്യക്തിയാണ് അൽബുക്കർക്ക്. ഓക്കെ, ഹൂ സ്ട്രെങ്തൻഡ് പോർച്ചുഗീസ് പവർ ഇൻ ഇന്ത്യ? അൽബുക്കർക്കാണ് കേട്ടോ. ഇതിൻ്റെ പോർച്ചുഗീസിൻ്റെ ആദ്യത്തെ ക്യാപിറ്റൽ കൊച്ചിനായിരുന്നു. ഓക്കെ, ആദ്യത്തെ ക്യാപിറ്റൽ കൊച്ചിനായിരുന്നു. പിന്നെ അത് ഗോവയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. റീപ്ലേസ്ഡ് ദ ക്യാപിറ്റൽ ടു ഗോവ. ഓക്കെ, അടുത്ത ഇന്ത്യയിൽ വന്ന ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയ യൂറോപ്യൻ പവറാണ് ഡച്ചുകാരാണ് പിന്നെ ഇന്ത്യയിലോട്ട് വന്നത്. ഡച്ച് വന്നത് 1596. ഓക്കെ, 1596. ഓക്കെ, 1596 ഡച്ച് വന്നത്. ഡച്ച് വന്നതാരെന്ന് വെച്ചാൽ കോർണേലിയസ് ഡി ഹാർമട്ടൺ. ഓക്കെ, കോർണേലിയസ് ഡി ഹാർമട്ടനാണ് ആദ്യമായിട്ട് 1596 വന്നത്. ഓക്കെ, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1602 ഫോം ചെയ്തത്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്തത് 1602. ഡച്ചിന് മറ്റുള്ള രാജ്യങ്ങൾ വന്ന പോലെ ഇന്ത്യയുടെ ശക്തിബദ്ധം പിടിച്ചടക്കണം എന്നുള്ള അങ്ങനെ ഒരു മൈൻഡ് അല്ലായിരുന്നു ഡച്ചിന് മെയിനായിട്ട് ട്രേഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഡച്ചിൻ്റെ മെയിൻ ഇൻട്രസ്റ്റ് ഓൺ ട്രേഡ് ആയിരുന്നു. ഓക്കെ, ഡച്ച് മെയിൻ ഇൻട്രസ്റ്റ് ഓൺ ട്രേഡ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1602. ഓക്കെ, അവരുടെ ഫാക്ടറീസ് എവിടേക്കാണ് സ്റ്റാർട്ട് ചെയ്തത്? മസൂലിപ്പട്ടണം, സൂററ്റ്, കൊച്ചിൻ. മിക്ക ആൾക്കാരും സ്റ്റാർട്ട് ചെയ്ത, അതായത് മിക്ക ആൾക്കാരും അവരുടെ ഫാക്ടറീസ് സ്റ്റാർട്ട് ചെയ്ത സെൻറ്ററുകളാണ് മസൂലിപ്പട്ടണം, സൂററ്റ്. ഓക്കെ, അപ്പോൾ ഡച്ച് സ്റ്റാർട്ട് ചെയ്ത എവിടെയാണ്? മസൂലിപ്പട്ടണം, സൂററ്റ്, കൊച്ചിൻ. ഓക്കെ, മസൂലിപ്പട്ടണം, സൂററ്റ്, കൊച്ചിൻ. പിന്നെ ഇവരുടെ പതനം, അതായത് ഡച്ചുകാർ പതനം ചെയ്തത് ഇത് നമുക്കറിയുന്ന ദിവസമാണ്, മലയാളികൾക്ക് പ്രത്യേകിച്ചും. കാര്യം ഡച്ച് ആദ്യമായി വിദേശ ശക്തിയെ തോൽപ്പിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മ രാജാവാണ് തോൽപ്പിച്ചത് ഡച്ചിനെയാണ്. സോ ഡച്ച് എന്നാണ് ഡിഫീറ്റഡ് ആയത്? ബാറ്റിൽ ഓഫ് കൊളച്ചൽ യുദ്ധത്തിലാണ്. 1741. 1741 ബാറ്റിൽ ഓഫ് കൊളച്ചൽ യുദ്ധത്തിലാണ് ഡച്ച് ആദ്യമായി തോൽവി ഏറ്റുവാങ്ങുന്നത്. അന്നത്തെ ട്രാവൻകൂർ കിങ്ങായ മാർത്താണ്ഡവർമ്മയായിരുന്നു തോൽപ്പിച്ചത്. ഓക്കെ, തോൽപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഡിഫീറ്റഡ് ഓൺ ബാറ്റിൽ ഓഫ് കൊളച്ചൽ 1741.
പിന്നെ ഫൈനൽ ഡിക്ലൈൻ, അതായത് അവസാനം എല്ലാ കച്ചതിരിപ്പും പോയി അവർ മുഴുവനായിട്ട് ഡിസ്ട്രോയിഡ് ആയിട്ട് ഇന്ത്യ വിട്ട് പോവുകയാണ് ചെയ്തത്. സോ അവരുടെ ഫൈനൽ തോൽവി എവിടെയായിരുന്നു? ബാറ്റിൽ ഓഫ് ബേഡരായിരുന്നു. ഓക്കെ, ബാറ്റിൽ ഓഫ് ബേഡര അത് ബ്രിട്ടീഷുകാരായിട്ടായിരുന്നു, ഇംഗ്ലീഷുകാരായിട്ടായിരുന്നു ആ യുദ്ധം ഉണ്ടായിരുന്നത്. ക്ഷമിക്കണം, അതോടുകൂടി അവരുടെ ഫുൾ പവർ നഷ്ടപ്പെട്ട് അവർ തിരിച്ചു പോകുമായിരുന്നു ഉണ്ടായിരുന്നത്. സോ അങ്ങനെ ഡച്ചും കഴിഞ്ഞു. അടുത്തതാണ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ഇംഗ്ലീഷ്, അതായത് ബ്രിട്ടീഷ്. നമ്മൾ എത്രയും കാലം ഭരിച്ചവർ. ഓക്കെ, ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ അറൈവ് ചെയ്തത് 1608 പക്ഷേ ഇവരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 ഡിസംബർ 31 തന്നെ ലണ്ടനിൽ മെർച്ചൻസ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എത്തിയത് 1608 ഇവരുടെ കമ്പനി 1600 ഡിസംബർ 31 തന്നെ ലണ്ടനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മോണോപ്പൊളി കൊടുത്തത്, അതായത് അനുവാദം കൊടുത്തത്, ഈസ്റ്റേൺ ട്രേഡിന് അനുവാദം കൊടുത്ത ആരാണ്? ക്യൂൻ എലിസബത്ത് ആയിരുന്നു. ക്യൂൻ എലിസബത്ത് രാജ്ഞി ആയിരുന്നു ഈസ്റ്റേൺ ട്രേഡിന് അനുവാദം കൊടുത്തത്. സോ അവർ ഇന്ത്യയിൽ എത്തിയത് 1608 അവരുടെ കമ്പനി ഓൾറെഡി 1600 ഡിസംബർ 31 ലണ്ടനിൽ മെർച്ചൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രേഡ് മെർച്ചൻസ്. ഓക്കെ, അവർ ഇന്ത്യയിൽ എത്തിയ ശേഷം ഇന്ത്യയിൽ അവർക്ക് ട്രേഡ് നടത്താനും ഫാക്ടറീസ് സ്റ്റാർട്ട് ചെയ്യാനും അവർക്ക് പെർമിഷൻ കൊടുത്തത് ജഹാംഗീർ ആയിരുന്നു. അപ്പോഴത്തെ മുഗൾ എംപററായ ജഹാംഗീർ ആയിരുന്നു അവർക്ക് ഇന്ത്യ ഒട്ടാകെ ഫാക്ടറീസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തത്. ഓക്കെ, അവരുടെ ഫസ്റ്റ് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തത് സൂറത്തിലാണ് 1613. നമ്മൾ നമ്മൾ ഡച്ചിൽ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചു, സൂറത്ത് മസൂലിപട്ടണമൊക്കെ ആയിരുന്നു അവരുടെ സെൻറ്റർ. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ഫാക്ടറി സൂറത്തിലാണ് 1613. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലോസ്റ്റ് ട്രേഡ് മോണോപ്പൊളി ഓർ ചൈന, അതായത് കുറച്ച് കാലത്തിന് ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ചൈനയുമായിട്ടുള്ള ട്രേഡ് മോണോപ്പൊളി നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെട്ട വർഷമാണ് 1833. അതായത് ഇന്ത്യക്കുള്ള അതേപോലെ അധികാരം ചൈനയുമായിട്ട് അവർക്കുണ്ടായിരുന്നു, പക്ഷേ അത് നഷ്ടപ്പെട്ടു 1833. സോ ഇംഗ്ലീഷും കഴിഞ്ഞു കേട്ടോ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും പഠിക്കുക. ഓക്കെ, ഡാനിഷ് ഡെയിൻസ്. ഓക്കെ, ഡാനിഷ് എന്ന് പറയും, ഡെയിൻസ് എന്ന് പറയും. ഓക്കെ, അവർ ആദ്യമായിട്ട് അറൈവ് ചെയ്തത് 1616 1616 ഇന്ത്യയിൽ ആദ്യമായിട്ട് അറൈവ് ചെയ്തത്. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സറാംപൂർ 1676. വർഷം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്തായാലും നോക്കി വയ്ക്കുക. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് സറാംപൂർ 1676. അവരുടെ ഫസ്റ്റ് ഫാക്ടറി ട്രാങ്ക്യുബാർ തമിഴ്നാട്ടിലാണ് അവരുടെ ഫസ്റ്റ് ഫാക്ടറി 1620. ഓക്കെ, അപ്പോൾ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സറാംപൂർ 1676 സ്റ്റാർട്ട് ചെയ്തു. അവരുടെ ഫസ്റ്റ് ഫാക്ടറി ട്രാങ്ക്യുബാർ തമിഴ്നാട്ടിൽ 1620 സ്റ്റാർട്ട് ചെയ്തു. അവർ അറൈവ് ചെയ്തത് 1616. ഓക്കെ, ഡെയിൻസ് കേട്ടോ. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക, ഹെഡ് ക്വാർട്ടേഴ്സ് സറാംപൂർ, ഫസ്റ്റ് ഫാക്ടറി ട്രാങ്ക്യുബാർ തമിഴ്നാട്. ഓക്കെ, ദെൻ ഫ്രഞ്ചും അതേപോലെ വളരെ സ്ട്രോങ് ആയിരുന്നൊരു കക്ഷിയാണ്. കാര്യം ഫ്രഞ്ചും ബ്രിട്ടൻ പോയ ശേഷം ഇന്ത്യയിലിരുന്ന ശക്തിയാണ് ഫ്രഞ്ച്. ഓക്കെ, ഫ്രഞ്ച് അറൈവ് ചെയ്തത് 1664. ഓക്കെ, ഫ്രഞ്ച് ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നത് 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫൗണ്ട് ബൈ ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ട്. ഓക്കെ, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫൗണ്ട് ചെയ്തതാണ് ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ടാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫൗണ്ട് ചെയ്തത്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഫൗണ്ടഡ് ബൈ ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ട്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ഗവർണർ, അതായത് ഫ്രഞ്ചുകാരുടെ ഇവിടുത്തെ പവർ, ഇന്ത്യയിലുള്ള പവർ സ്ട്രെങ്തൻ ആക്കിയ പ്രധാനപ്പെട്ടൊരു ആളാണ് ഡ്യൂപ്ലെക്സ്. പുള്ളിയുടെ മരണത്തിന് ശേഷമാണ് ഫ്രഞ്ചുകാരുടെ പവർ നഷ്ടപ്പെട്ടു പോയത്. ഫസ്റ്റ് കർണാട്ടിക് വാറിലൊക്കെ അവർ വിജയിക്കാൻ കാരണം ഡ്യൂപ്ലെക്സ് ആണ്. ഓക്കെ, കർണാട്ടിക് വാറിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ അടുത്ത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇമ്പോർട്ടൻറ്റ് ഗവർണർ ഡ്യൂപ്ലെക്സ് ആയിരുന്നു. അതായത് ഫ്രഞ്ച് ഡിഫീറ്റഡ് ആയി. ആരോട്? ബ്രിട്ടനോടാണ് ഡിഫീറ്റഡ് ആയത്. അവർ ലാസ്റ്റ് ഡിഫീറ്റഡ് ആയ വാറാണ് ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ് 1716. അതായത് 1760 ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ്. അത് കർണാട്ടിക് വാറിനെ കുറിച്ച് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തായിരുന്നു. കർണാട്ടിക് വാർ, മൂന്നാം കർണാട്ടിക് വാറെന്നറിയപ്പെടുന്ന ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ് 1760 ഫ്രഞ്ച് മുഴുവനായിട്ട് ഡിഫീറ്റ് ആവുന്നത്. ഓക്കെ, ഇതാണ് ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യൻ ശക്തികളുടെ ലിസ്റ്റ്. ഓക്കെ, നമ്മളിനി നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആ ക്വസ്റ്റ്യൻ്റെ ട്വിസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് അറൈവ് ഇൻ ആഫ്രിക്ക ആസ് ട്രേഡർ? അതായത് നമ്മളെല്ലാവരും കൺഫ്യൂസ്ഡ് ആവും. ഇന്ത്യയിലാണെങ്കിൽ പോർച്ചുഗീസാണ്, അപ്പോൾ ആഫ്രിക്കയിൽ ആരായിരിക്കും ഒരു ഡൗട്ട് കോമൺ ആയിട്ട് നമുക്ക് ഉണ്ടാവും. നമ്മൾ വേറെ റോങ് ഓപ്ഷൻ, അപ്പോൾ പോർച്ചുഗീസ് ആവില്ല നേരിട്ട് നമ്മൾ വേറെ റോങ് ഓപ്ഷൻ കുത്താൻ സാധ്യതയുണ്ട്. സോ നമുക്ക് ഇതിങ്ങനെ നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു ടെസ്റ്റിംഗ് ക്വസ്റ്റ്യനാണ്, അതാണ് ഞാൻ മെഷർ ടെസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. അതായത് വേർ യൂറോപ്യൻ ഫസ്റ്റ് സ്റ്റാർട്ടഡ് സീ എക്സ്പ്ലോറേഷൻ, അതായത് വിച്ച് യൂറോപ്യൻ ഫസ്റ്റ് സ്റ്റാർട്ടഡ് സീ എക്സ്പ്ലോറേഷൻ അറ്റ് ഓവർസീസ് ട്രേഡ്, അതായത് ട്രേഡിന് വേണ്ടി ഏത് വിദേശ ശക്തിയാണ് ആദ്യമായി
സീ എക്സ്പ്ലോറേഷൻ സ്റ്റാർട്ട് ചെയ്തത്, കടൽയാത്ര സ്റ്റാർട്ട് ചെയ്തത് അത് പോർച്ചുഗീസാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിൻ്റാണ്. അത് പോർച്ചുഗീസാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ പഠിച്ചതാണ് ലിസ്ബൺ പോർട്ടിൽ നിന്നാണ് വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് വന്നത്. ലിസ്ബൺ പോർട്ടിൽ നിന്ന് വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നു. സോ ഇതിന് ശേഷം ഈ സൈഡ് ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, അതായത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റിയിട്ടാണ് ഇന്ത്യയിൽ വന്നതെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എവിടെയുള്ളത്? സൗത്ത് ആഫ്രിക്കയിലാണുള്ളത്. സോ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ഈസ് ഓൺ സൗത്ത് ആഫ്രിക്ക. കണ്ടോ, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ഈസ് ഓൺ സൗത്ത് ആഫ്രിക്ക. അപ്പോൾ ബിഫോർ റീച്ചിങ് ഇന്ത്യ വാസ്കോഡ ഗാമ ആഫ്രിക്കൻ കോസ്റ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. ആഫ്രിക്കൻ പോർട്സിൽ ഇറങ്ങിയിട്ടുണ്ട്. That's why Portuguese is the first European to arrive Africa for trade. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലെത്തുന്നതിന് മുമ്പേ വാസ്കോഡ ഗാമ, അതായത് പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമ വിസിറ്റ് ചെയ്തത് ആഫ്രിക്കയാണ്. സോ ആഫ്രിക്കയിലും ആദ്യമായി വന്ന വിദേശശക്തി പോർച്ചുഗീസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് സോൾവ് ആയില്ലേ. അതിനുശേഷമാണ് അവിടെ മിലിറ്ററി ഭരണമായി കൊളോണൈസേഷൻ വന്നത്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താ? പോർച്ചുഗീസ്. നമുക്ക് ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യാം. So, who among the following first arrived Africa as trade that eventually led to European colonization of Africa? So, അതിൻ്റെ ആൻസർ ഏതാണ്? പോർച്ചുഗീസ്. സോ സിമ്പിൾ അല്ലേ? നമുക്കിനി മെല്ലെ എല്ലാ ക്വസ്റ്റിനും പഠിച്ച് സെറ്റാക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. ഞാൻ സെക്കൻഡ് ക്വസ്റ്റിനും തേർഡ് ക്വസ്റ്റിനും നോക്കിയപ്പോഴാണ് മനസ്സിലായത്. നെയിം ദ ബാറ്റിൽ ഇൻ വിച്ച് ട്രാവൻകൂർ കിങ് ഡിഫീറ്റഡ് ഇൻ ഡച്ച് 1741. ഇത് പഠിച്ചതാണല്ലോ ഓൾറെഡി. ഈ ക്വസ്റ്റിനായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റിനാണ്. സോ 1741 ഏത് ട്രാവൻകൂർ കിങ് ആണ് ഡച്ചുകാരെ തോൽപ്പിച്ചത്? സോ അത് ബാറ്റിൽ ഓഫ് കൊളച്ചിലാണല്ലോ. അപ്പോൾ ആൻസർ അറിയുന്നതാണ്. സോ നമുക്ക് അതും ടിക്ക് ചെയ്ത് പോകാം. വെൻ വാസ് ദ മോണോപ്പൊളി ഓഫ് ചൈന ട്രേഡ് ലോസ്റ്റ് ബൈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി? സോ അത് പറഞ്ഞാൽ ചൈനയ്ക്ക് എന്നാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ടുള്ള ട്രേഡ് നഷ്ടപ്പെട്ടത്? ഓക്കെ, അത് 1933. അത് നമ്മൾ ഈ മൊത്തം പഠിച്ച സമയത്ത് പഠിച്ചതാണ്. സോ നമുക്കിനി ബാക്കി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഈ 3 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ തന്നെ കവറായി പോയിട്ടുണ്ട്. സോ നമുക്ക് ബാക്കി ക്വസ്റ്റ്യനിലേക്ക് അടുത്ത വീഡിയോയിൽ മൂവ് ചെയ്യാം. സോ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.